വായിക്കുന്നത് മൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന്റെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. അതാണ് ഈ നമ്മൾ സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുമ്പോൾ ഒരു മേഘം വന്ന് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവ സാന്നിധ്യത്താൽ ഞാൻ നിറഞ്ഞു, ദൈവ സാന്നിധ്യം കൊണ്ട് ഞാൻ നിറയും എന്നാണ് അർത്ഥം. അപ്പം ഈ ആത്മാവ് എന്നിൽ പ്രവർത്തന നിരതമാകുമ്പോൾ, സുവിശേഷം എന്നിൽ ശക്തിയാകുമ്പോൾ ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമായി മാറും. ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമായി ഞാൻ മാറുന്നത് ഈ ആത്മാവ് എന്നിൽ പ്രവർത്തന നിരതമാകുമ്പോഴാണ്. ഈ ആത്മാവ് എന്നിൽ പ്രവർത്തന നിരതമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ മോശയെ കാണുന്നത്. മോശ വടി നീട്ടിയിട്ട് ചെങ്കടലിന്റെ നേരെ വടി നീട്ടി. ആത്മാവിൽ നിറഞ്ഞ മോശ വടി നീട്ടി. എന്താ സംഭവിച്ചത്? ചെങ്കടൽ രണ്ടായി പിളർന്നു. അവിടെ വചനം പറയുന്നുണ്ട്, ഒരു കിഴക്കൻ കാറ്റ് കടലിനു മീതെ വീശി കടല് രണ്ടായി പിളർന്നു എന്ന്. ഈ കിഴക്കൻ കാറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഈ കാറ്റ്, ഈ അഗ്നി ഇന്ന് എന്നിൽ വന്ന് നിറയാൻ പോകുക. ഈ ആത്മാവ് നിങ്ങൾ ഈ പോക്ക് കേട്ടോണ്ടിരിക്കുമ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ, എന്നെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റണമേ എന്ന്. നമുക്കറിയാം ഈ ആത്മാവിന്റെ പ്രവർത്തനം ഈശോയുടെ ജനനം മുതൽ, ജനനത്തിന് മുമ്പ്, ജനിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം പരിശുദ്ധ അമ്മയിലാണ് ഈ പരിശുദ്ധാത്മാവ് നിറയുന്നത് അല്ലെ. അപ്പം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ആലയമായി മാറി. അതായത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പൊ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ഈശോ പരിശുദ്ധ അമ്മയിൽ വന്ന് ജനിച്ചു. അതായത് അസാധ്യ കാര്യം സാധ്യമാക്കി തീർത്തു. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. സാധാരണ ഒരു വ്യക്തിയെ അസാധാരണ വ്യക്തിയാക്കി തീർക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അതിനുള്ള ഉദാഹരണമാണ് സ്ലീഹന്മാര്. സ്ലീഹന്മാര് ഒരു സാധാരണ മനുഷ്യരായിരുന്നു. ഈശോയോട് കൂടെ നടന്ന കാലങ്ങളിലെല്ലാം അവർ സാധാരണ വ്യക്തികളായിരുന്നു. ഈശോ ഒത്തിരി കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവസാനം അവരോട് അവര് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈശോയുടെ മരണത്തിന് ശേഷം, ഈശോ മരിക്കാൻ തുടങ്ങുന്നതിന് അവരെല്ലാം വിട്ടുപോയി. ഈശോയുടെ മരണത്തിന് ശേഷം അവരെല്ലാം പഴയ ജോലിക്ക് പോയി. അതിനുശേഷം പന്തക്കുസ്ത വന്നു കഴിഞ്ഞപ്പോൾ അവര് പുതിയ വ്യക്തികളായി മാറി. സാധാരണ മനുഷ്യരായിരുന്ന മുമ്പുവരെ അവര് നടന്നു പോകുമ്പോൾ രോഗികൾ സുഖപ്പെട്ടു. ആ പത്രോസ് ലീഹായുടെയും പൗലോസ് ലീഹായുടെയും ഒക്കെ നിഴലടിച്ചപ്പോൾ, തുവാലയിൽ അവരുപയോഗിച്ചിരുന്ന തുവാല തൊട്ടപ്പോൾ രോഗികളൊക്കെ എഴുന്നേറ്റ് പോയി. സാധാരണ മനുഷ്യരെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. മിറാക്കുലസ് പവർ, സൂപ്പർ നാച്ചുറൽ പവർ എന്നൊക്കെ നമുക്കിതിനെ പറയാം. നമുക്ക് ഒരു സൂപ്പർ നാച്ചുറൽ ജോയ് തരും പരിശുദ്ധാത്മാവ്. അതാണ് ഇന്ന് നമ്മുടെ വചനത്തിൽ, ഇന്ന് നമ്മുടെ കുർബാന മധ്യേ അച്ഛൻ പറഞ്ഞത് എന്തുമാത്രം ആഴത്തിൽ പതിയുന്ന ഒരു ടോക്കായിരുന്നത്. ഞാൻ അതിനുശേഷം കുർബാന കണ്ടത് ശരിക്കും ഞാൻ കരഞ്ഞുകൊണ്ടാണ്. കാരണം കർത്താവിൽ നിറഞ്ഞ ആത്മാവ്, കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ഒരു സഹനം, ആ സഹനമാണ് അതിൽ നമ്മൾ പങ്കുചേരുക വിശുദ്ധ കുർബാനയിലൂടെ. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കുന്ന നമുക്ക് ഈ യൂക്കറിസ്റ്റിക് സ്പിരിച്വാലിറ്റിയിൽ ജീവിക്കുവാനുള്ള ഒരു കൃപയായിരുന്നത്. അതായത് ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ തന്നെ പങ്കുവെക്കണം. അതാണ് ഈ ആത്മീയത. വിശുദ്ധ കുർബാനയുടെ ആത്മീയത ഞാൻ ജീവിക്കാന്ന് പറഞ്ഞാൽ ഈശോയെ ഞാൻ സ്വീകരിച്ചെങ്കിൽ ഇനി മറ്റൊരു ഈശോയായി ഞാൻ മാറണം. മറ്റൊരു ഈശോ എന്ന് പറയുമ്പോൾ എന്താ? ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, ഈശോ സംസാരിച്ചതുപോലെ സംസാരിക്കുവാൻ, ഈശോ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ എന്നെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ എന്നിലേക്ക് കടന്നു വന്ന് വിശുദ്ധ കുർബാനയായി മാറിയതും എന്നിലേക്ക് കടന്നു വന്നതും. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികത ഞാൻ സ്വന്തമാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ എനിക്ക് സാധിക്കുകയില്ല. ഈ പരിശുദ്ധാത്മാവ് യേശുവിനെയും അഭിഷേകം ചെയ്തു അല്ലെ. നമ്മൾ കാണുന്നുണ്ട് മാമോദീസ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്നു. സ്വർഗം തുറക്കപ്പെട്ടു. പിതാവിന്റെ സ്വരം കേട്ടു, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോ ഭൂമിയോളം താന്നു
അല്ലെ? മനുഷ്യനായി പിറന്ന് അന്ന് മാമോദീസ വേളയിൽ ഭൂമിയോളം താഴ്ന്നു ഒരു മനുഷ്യന്റെ മുമ്പിൽ തല ചായച്ചു കൊടുത്തു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് സ്നാപക യോഹന്നാൻ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാല് യേശുവിനെ അവിടെ അഭിഷേകം ചെയ്യുകയാണ് സ്വർഗം. ഇത് പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ? അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തില്, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അപ്പം നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തു. വചനം പറയുക, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നു, നസ്രായനായ യേശുവിനെ ദൈവം, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പരിശുദ്ധ അമ്മ ഈശോ പരിശുദ്ധ അമ്മയിൽ ജനിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാലും അത്യുന്നതന്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയെ ദൈവം അഭിഷേകം ചെയ്തു. ഗബ്രിയേൽ ദൂതനെ ദൈവം, പിതാവായ ദൈവമാണ് പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് അയച്ചത്. പരിശുദ്ധ അമ്മയെ, ഈ ഉണ്ണീശോ പരിശുദ്ധ അമ്മയിൽ വന്ന് പിറക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും പരിശുദ്ധ അമ്മയെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തു. അതുപോലെ തന്നെ യേശുവിനെ, നസ്രായനായ യേശുവിനെ ഈ പരിശുദ്ധാത്മാവിനാലും ഈ ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തു. അതിനുശേഷം നമ്മൾ ഈശോയുടെ മാമോദീസ വേളയിലുള്ള വചനം വായിച്ച് നമ്മൾക്കറിയാം. എനിക്കൊന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ, മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോ ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിലേക്ക് പോയി എന്ന വചനം പറയുന്നത്. ആത്മാവിന്റെ ശക്തിയോടെ പ്രലോഭനങ്ങളെ നേരിടാനുള്ള ശക്തി കിട്ടി ഈശോയെ ശക്തിപ്പെടുത്തുകയാണ്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി ജീവിച്ചുകൊണ്ട് മനുഷ്യരുടെ എല്ലാം ബലഹീനതകളും ഏറ്റെടുത്തുകൊണ്ട്, എന്നാൽ ആത്മാവിന്റെ ശക്തിയോടെ ആ ബലഹീനതകളെ എല്ലാം വിജയം വരിക്കുകയാണ്. നമ്മൾ വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, വിജയം വരിക്കുന്നവന് പറുദീസായുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന്, നമ്മുടെ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുവാൻ ശക്തി തരുന്നത് ഈ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആത്മാവിന്റെ അഭിഷേകം ആ ദിവസം മുഴുവൻ എന്നെ നയിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാന എനിക്കൊരു അഭിഷേകമായി മാറും, എനിക്കൊരു അനുഭവമായി മാറും. വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്ന കർത്താവിനെ എനിക്ക് സ്വീകരിക്കാനും അനുഭവിക്കാനും പറ്റും. അപ്പോഴാണ് ഈ ആത്മാവിനെ ഞാൻ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുവാണെങ്കിൽ ഉറപ്പാ നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റം. ഇങ്ങനെ ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുത്തോ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 15 മിനിറ്റ് ഞാൻ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം, അത് ഞാൻ ഒരു സാധാരണ വ്യക്തിയായിക്കോട്ടെ, ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാകട്ടെ, ഒരു സന്യാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാകട്ടെ, ഒരു പുരോഹിതനാകട്ടെ, ആരുമാകട്ടെ, എൻ്റെ ജീവിതം മാറും. ഞാനൊരു പുതിയ സൃഷ്ടിയാകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം. അല്ലാതെ മറ്റൊന്നുമല്ല. ഈ ആത്മാവിനാൽ നിറഞ്ഞില്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ ഞാൻ വീണു പോകും. എന്ത് പ്രലോഭനമാണ് എന്നെ കീഴടക്കാൻ ഇരിക്കുന്നതെന്ന്, അടുത്ത നിമിഷം എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതൊരു രോഗം മൂലമുള്ള പ്രലോഭനമാകാം, ഒരു അപകടം മൂലമുള്ളതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ വരുന്ന തിന്മയാകാം, ഒരു വാക്കാകാം, അല്ലെങ്കിൽ എന്താണ് എന്ന് എനിക്കറിയുന്നില്ല. പെട്ടെന്ന് എനിക്ക് വരുന്ന ഒരു ജപ്തി നോട്ടീസ് ആകാം.
അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിലുണ്ട് എങ്കിൽ ഈ പ്രലോഭനങ്ങളെ നേരിടാൻ എനിക്ക് സാധിക്കും, എനിക്ക് ശക്തി ലഭിക്കും. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നത്. നമുക്കറിയാം, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം 17 മുതലുള്ള വാക്യത്തില് നമ്മൾ കാണുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് എന്താ? അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, കന്നുകാലികൾ അറ്റുപോയാലും, വയലുകൾ ഇല്ലാതായാലും, ആട്ടിൻപറ്റ മുഴുവൻ നശിച്ചു പോയാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അതായത് ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചുണ്ടായത് അത്തിമരം പൂക്കാതെ വരുന്നു. എത്ര നാളത്തെ പ്രയത്നം കൊണ്ട് വളർത്തി വലുതാക്കിയ അത്തിമരം പൂക്കുന്നില്ല. കന്നുകാലികൾ ഒരു നിമിഷം കൊണ്ട് മൊത്തം ചത്തുപോകുന്നു. എത്രമാത്രം പരിശ്രമത്തിലൂടെ കന്നുകാലികളെ വളർത്തി പോറ്റിക്കൊണ്ട് വരുന്നത് അത് വളർത്തുന്നവർക്കറിയാം അതിന്റെ കഷ്ടപ്പാട്. പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ കന്നുകാലികളെ തൊഴുത്തിൽ മുഴുവൻ ചത്തു കിടക്കുന്നു, ആട്ടിൻപറ്റ മുഴുവൻ ഇല്ലാതായി തീരുന്നു. മനസ്സ് തകർന്നു പോകില്ലേ, തളർന്നു പോകില്ലേ? പക്ഷേ ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, ഇതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ ഇത്രയും നാളും സ്വരുക്കൂട്ടിക്കൊണ്ടുപോകുന്ന എന്റെ എല്ലാ സമ്പത്തും ഒരു നിമിഷം കൊണ്ട് ഞാൻ നോക്കി നിൽക്കെ ഇല്ലാതായാലും കർത്താവിൽ ഞാൻ ആനന്ദിക്കും. കർത്താവിൽ അങ്ങനെ എനിക്ക് ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിന്റെ നിറവ് എനിക്ക് വേണം. ഈ ശക്തി എന്നിൽ നിറഞ്ഞാൽ മാത്രമേ, ഈ ആത്മാവിന്റെ പവർ എന്നിൽ അഭിഷേകമായി വന്നാൽ മാത്രമേ എനിക്ക് അത് സാധിക്കുകയുള്ളൂ. അതാണ് സൂപ്പർ നാച്ചുറൽ ജോയ്. സൂപ്പർ നാച്ചുറൽ ജോയ് എന്ന് പറയുന്ന ഈ ഒരു അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത്. സൂപ്പർ നാച്ചുറൽ പവർ, മിറാക്കുലസ് പവർ എന്നൊക്കെ നമുക്ക് ആത്മാവിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത് ഇങ്ങനെ കൈ നീട്ടി അനേകരെ സുഖപ്പെടുത്തുന്ന ഒരു ശക്തിയൊന്നുമല്ല. ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ എന്തെല്ലാം കഷ്ടതകളും സഹനങ്ങളും വന്നാലും യേശുവിന് വേണ്ടി ദാഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി യേശുവിനെ പ്രതി ജീവൻ സമർപ്പിക്കുവാനുള്ള ഒരു തീഷ്ണത അത് എന്നിൽ തരുന്നത് ഈ ആത്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് സ്ലേഹന്മാരോട് 40 മരിച്ച ഉദ്ധാനം ചെയ്ത കർത്താവ് 40 ദിവസം അവരോടുകൂടെ ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുന്നത്, ഉന്നതത്തിൽ നിന്ന് ശക്തി നിങ്ങൾ ധരിക്കണം. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നിങ്ങൾ ഇവിടെ വിട്ടുപോകരുത്. ഈ ആത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾ ശക്തരാകുകയുള്ളൂ. നമുക്കിനി അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സ്ലീഹന്മാരിൽ എങ്ങനെ പ്രവർത്തന നിരതമായി, എങ്ങനെ ഈ ദൈവരാജ്യം 12 സ്ലീഹന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തു. 12 സ്ലീഹന്മാരെ കർത്താവ് തെരഞ്ഞെടുത്ത് കർത്താവിന്റെ കൂടെ കൂട്ടി അവനെ വചനം പഠിപ്പിച്ചു. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. യേശുവിനെ കുറിച്ച്, പിതാവായ ദൈവത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ചെല്ലാം സ്ലീഹന്മാർക്ക് വചനം വഴിയെല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഈശോ ഉദ്ധിതനായ കർത്താവ്, ഇത് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നു. ഉദ്ധിതനായ കർത്താവ് ഇവരോട് 40 ദിവസം ഇവർക്ക് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ട്, നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിലെ 3-ാം വാക്യം, പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. 40 ദിവസം പീഡ അനുഭവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ, ഈ ഉത്ഥാനം കർത്താവിനെ ഉയർപ്പിച്ചതാരാ? കർത്താവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചതാരാ? ഈ പരിശുദ്ധാത്മാവ്, ആത്മാവിന്റെ ശക്തിയാണ്. ഈ ആത്മാവിനെ മരിക്കുമ്പോൾ, കുരിശിൽ കിടക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ, ഈ ആത്മാവിനെ, ദൈവം അഭിഷേകം ചെയ്ത ഈ ആത്മാവിനെ പിതാവിന്റെ തൃക്കരങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ദൈവത്തിന്റെ പിതാവിൽ നിന്ന് പുറപ്പെട്ട ആ ആത്മാവിനെ പിതാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോ ജീവൻ വെടിഞ്ഞു. 3-ാം ദിവസം ഈ പരിശുദ്ധാത്മാവ്, അതേ ആത്മാവ് മരിച്ച കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ഈശോയിലേക്ക് വന്നു. യേശുവിനെ കല്ലുരുട്ടി മാറ്റി യേശുവിനെ ഉയർപ്പിച്ച് ആ കല്ലറ ശൂന്യമാക്കി. മരിച്ച കർത്താവ്
ഉയർപ്പിച്ചു, ഉത്ഥാനം ചെയ്യിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലും പുനരുത്ഥാനം നമുക്ക് തരുന്നത്, പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ ആത്മാവ് പ്രവർത്തന നിരതമാകുമ്പോൾ, ഈ ആത്മാവിൽ ചലിക്കുമ്പോൾ, അതാണ് ഇവിടെ പറയുന്നത്. 40 ദിവസം ജീവിക്കുന്നവനായി അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത്. നമ്മൾ തിരുവചനത്തിലൂടെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ, കർത്താവിന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ, കർത്താവിന്റെ പ്രഭാഷണത്തിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യം എന്നതായിരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും എല്ലാവരെയും ഈ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുവാനാണ് കർത്താവ് 3 വർഷം പരിശ്രമിച്ചത്. ഈ പരസ്യ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നത് എപ്പോഴാണ്? ആത്മാവിന്റെ ശക്തിയോടെയാണ്. ആത്മാവിന്റെ ശക്തിയോടെയാണ്. ഇനി നമ്മളും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ ആത്മാവിന്റെ ശക്തിയോടെയാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മളിലും ഒരു പരസ്യ ജീവിതം തുടങ്ങാൻ പോകുക. പരസ്യ ജീവിതം ഇത്രയും നാളും നമ്മൾ നടത്തിയത് ഒരു രഹസ്യ ജീവിതമായിരുന്നുവെങ്കിൽ ഇനി ഒരു പരസ്യ ജീവിതം ആത്മാവിന്റെ ശക്തിയോടെ ഈ ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായി ഒരു പരസ്യ ജീവിതത്തിനുള്ള ഒരു അഭിഷേകം കർത്താവ് നമുക്ക് തരികയാണ്. സ്ലീഹന്മാരെ ഈ ഉത്ഥാനം ചെയ്ത കർത്താവ്, ഉദ്ധിതനായ കർത്താവ് വീണ്ടും സ്ലീഹന്മാരുടെ അടുക്കിലേക്ക് വന്നു. ഈ ആത്മാവിനെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. ഇനി അവരിലും ഒരു പരസ്യ ജീവിതം തുടങ്ങണം. അപ്പം എന്താ ചെയ്തത്? ജീവിക്കുന്നവനായി അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഈ അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ നമ്മൾ വായിച്ചു പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂറിൽ വചനം വായിക്കാനുള്ള ഒരു കൃപയും കൂടി ആത്മാവ് നിങ്ങൾക്ക് ഈ മണിക്കൂറിൽ തരുന്നുണ്ട്. ഒരു അഭിഷേകം. നമ്മൾ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഒരു ചലനം ഇതിനെ ഞാൻ കണ്ടായിരുന്നു. ഒരു ചലനം, അതായത് ആത്മാവ് ഒരു പ്രത്യേകം പ്രാവിന്റെ രൂപത്തിൽ ചലിക്കുന്നു. ആത്മാവിന്റെ പാവിന്റെ ചിറകിൽ നിന്നും പ്രകാശം ഇങ്ങനെ കിരണങ്ങൾ പോലെ പതിക്കുന്നതായിട്ട്, ഈ ദേവാലയത്തിൽ പതിക്കുന്നതായിട്ട്, രാവിലെ ഒരു പ്രകാശത്തിൽ നിറഞ്ഞു നിന്ന് നമ്മളുടെ ആലയത്തെ കർത്താവ് ഒരു പ്രകാശപൂരിതമാക്കിയെങ്കിൽ ഈ ആത്മാവ് വീണ്ടും ഇവിടെ ഈ പ്രകാശത്താൽ പ്രവർത്തന നിരതമാകുകയാണ് നമ്മുടെ ഇടയിൽ. അപ്പം എന്നിട്ട് ഇവിടെ 4-ാം വാക്യത്തിൽ കാണുക, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഇത് നിങ്ങളോടും ഈ നിമിഷം പറയുകയാ, നിങ്ങളും ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. നമുക്ക് കരമുയർത്തി സ്തുതിച്ചുകൊണ്ട് ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും എന്ന വചനം എന്നിൽ നിറവേറുവാൻ ഇന്നേ ദിവസം കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഈ ഒരു വചനം എന്നിൽ നിറവേറുവാൻ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുമെന്ന ആ തിരുവചനം ഇപ്പോൾ കർത്താവേ ഇവരിൽ പ്രാവർത്തികമാകുവാൻ കഴിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഈ വചനത്തിന്റെ ശക്തി, ഈ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഇവിടെ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് കൈയുയർത്തി സ്തുതിക്കാനായിട്ട് പ്രേരണ തന്നു ഈ വചനം നിറവേറാനെന്ന്. അപ്പോൾ ഈ വചനം ഇന്നിവിടെ നിറവേറും. കാരണം ഇത് കർത്താവ് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാകുമ്പോൾ അതിനൊരു അഭിഷേകമുണ്ട്. നമ്മളുടെ ബുദ്ധി കൊണ്ട് ചെയ്യുമ്പോൾ അതിൽ എത്ര വളരെ നല്ല കാര്യമാണെങ്കിലും അതിൽ അഭിഷേകം വരില്ല. നിങ്ങളും ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. അത് പറയുമ്പോൾ തന്നെ ആ ഒരു അഭിഷേകം അത് എന്നിലേക്ക് കർത്താവ് തരുന്നുണ്ട്. ഈ ഒരു വലിയൊരു അഭിഷേകത്തിലേക്ക് ഇന്ന് ഈ സമൂഹത്തെ കർത്താവ് നിറയ്ക്കും. ഒരു പരസ്യ ജീവിതം ആരംഭിക്കാനുള്ള അഭിഷേകമാണ് തരുന്നതെന്ന് കർത്താവ് പറഞ്ഞ്. പരസ്യ ജീവിതത്തിലേക്ക് ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ കർത്താവ് കൊണ്ടുപോകും. അത് എത്ര വലിയ സഹനത്തിലാണെങ്കിലും നിങ്ങൾ
സമാധാനത്തിന്റെ ഒരു അരൂപി അനുഭവിക്കാത്തവരായി നിങ്ങളിൽ ആരും കൂടി ഇരിപ്പില്ലെന്ന കർത്താവ് പറയുന്നു. ആരും ഒരു വ്യക്തിയെ പോലും കർത്താവ് മാറ്റി നിർത്താതെ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ആത്മാവ് ആ വലിയൊരു അഭിഷേകം, സമാധാനത്തിന്റെ അഭിഷേകം, അത് ഉദ്ധിതനായ കർത്താവിന്റെ അഭിഷേകമാണ്. ഉദ്ധിതനായ കർത്താവ് ആദ്യം അവരുടെ മേൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, സമാധാനം നിങ്ങളോടുകൂടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും, സമാധാനം നിങ്ങളോടുകൂടെ. ഇന്നലെ നമ്മൾ മാനസാന്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുക എന്ന്. ആത്മാവിന്റെ ഫലം എന്താ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഇതെല്ലാം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയണം. ഇതെല്ലാം ആത്മാവിന്റെ പ്രവർത്തനമാണ്. സ്നേഹിക്കാനുള്ള കഴിവ്, ക്ഷമിക്കാനുള്ള കഴിവ്, നന്മ ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ളവരോട് വിശ്വസ്തരായിരിക്കാനുള്ള കഴിവ്, സൗമ്യതയോടെ പെരുമാറുന്ന കഴിവ്, ഇതെല്ലാം ആത്മാവിന്റെ ഫലങ്ങളാണ്. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവിനെ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ആ വചനം ഇതാ ഇന്നിവിടെ ജീവിക്കട്ടെ. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇതാ ജീവിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ, അഭിഷേകമായി കടന്നു വരട്ടെ. ഇതിനുശേഷം 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ വീണ്ടും അവരോട് ചോദിക്കുക, ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുക. അപ്പോഴും ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല. പന്തക്കുസ്ത അനുഭവം അവരിൽ ഉണ്ടായിട്ടില്ല. ഈശോ അവരുടെ കൂടെ നടന്ന് അവരോട് പറയുന്നു, നിങ്ങളേറെ താമസിയാതെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏൽക്കും. അപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ചോദിക്കുക, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു തരുന്നത് ഇപ്പോഴാണോ? അപ്പൊ അവർക്ക് ഇപ്പോഴും എന്താ ചിന്ത? ഈ രാജ്യത്തെ കുറിച്ചാണ്. ഈശോ രാജാവാകും, ഞങ്ങളതിൻ്റെ അപ്പോൾ അവിടുത്തെ വലിയ ആൾക്കാരാകും, മന്ത്രിമാരും ഒക്കെ ആയിത്തീരും. അപ്പൊ ഇപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പോഴും നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? എന്നാലും ഞാൻ വീട്ടിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ഇവിടെ ചെന്നിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇത്രയും വലിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവ്. വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവര് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ, അവിടുന്ന് രാജ്യം പുനഃസ്ഥാപിച്ചു തരുന്നത് ഇപ്പോഴാണ്. കർത്താവിന് ഈ ആത്മാവിന്റെ പ്രവർത്തനം ഉള്ളതുകൊണ്ട് കർത്താവ് സൗമ്യതയോടെ അതിന്റെ ആൻസർ പറഞ്ഞു. കർത്താവ് പറഞ്ഞെന്താ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ടതില്ല. എന്നാൽ എന്നിട്ട് അവിടെ എന്നാൽ ചേർത്തേക്ക, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് രാജ്യം തുടങ്ങുന്നത്? എപ്പോഴാണ് രാജ്യം പുനഃസ്ഥാപിക്കുന്നത്? എപ്പോഴാണ് രാജാവാകുന്നത്? ഇതൊന്നും പിന്നെ ചോദിക്കില്ല. ആത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ. പക്ഷെ ഇവിടെ ഈശോ പറഞ്ഞു വെക്കുക, സമയവും കാലവും നിങ്ങൾ അറിയേണ്ട. എന്നാൽ അതായത് ആത്മാവിന്റെ ഈ അഭിഷേകത്തിന് സമയവും കാലവും ഒന്നുമില്ല. എപ്പോൾ മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നുവോ, കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് എളിമപ്പെടാൻ ഞാൻ തുടങ്ങുന്നുവോ, അപ്പോൾ മുതൽ ഈ ആത്മാവ് എന്നിൽ പ്രവർത്തന നിരതമാകും. ഈ ആത്മാവ് എന്നിൽ ചലിക്കാൻ തുടങ്ങും. ഈ ആത്മാവ് ചലിക്കാൻ, ഇപ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിർജീവമാണ്. ഇപ്പം ജീവനുള്ളതായി തീർന്നു കഴിയുമ്പോൾ ഈ ആത്മാവ് ചലിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കർത്താവ് ഒരു വചനം തരികയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, നിങ്ങളിത് മാറ്റരുത്, ഇത് മാറ്റരുത്, ഇത് നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ഇതിനെ തിരിച്ചു വരുന്നതാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന് 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ചലനം അല്ലെ, ചലിക്കും. അപ്പൊ ഈ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ, എന്നിൽ പ്രവർത്തന നിരതമാകാൻ തുടങ്ങിയാൽ പിന്നെ ആത്മാവായിരിക്കും എന്നെ നയിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നടക്കണം എപ്പോഴും. പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണേ, പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണേ, പരിശുദ്ധാത്മാവെ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, പരിശുദ്ധാത്മാവെ ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, പരിശുദ്ധാത്മാവെ ഞാൻ ഇത് ചെയ്യുകയാണ്, എൻ്റെ കൂടെ വരണേ. അപ്പൊ അമ്മയുടെ കൈ പിടിച്ച് കുഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ആത്മാവിന്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ആത്മാവിൽ, നിരന്തരം ആത്മാവിൽ വ്യാപരിക്കാൻ. അപ്പം ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നില്ല ജഡമോഹത്തെ, അതായത് ജഡമോഹങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുത്തരുത്, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുക. അപ്പൊ ജഡത്തിനോട് യുദ്ധം ചെയ്യാൻ ഇവിടെ പൗലോസ്ലീഹ പറയുന്നില്ല. അപ്പൊ ഈ ആത്മാവ് എന്നിൽ പ്രവർത്തന നിരതമാകാൻ തുടങ്ങിയാൽ എന്നിലെ ജഡികത അറിയാതെ വിട്ടുപോകണം. അതാണ് ഒരു ഉദാഹരണമാണ് വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ട് ഓട്ടോമാറ്റിക്കലി പൊക്കോളും. ഇരുട്ടേ പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല.
വെളിച്ചം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇരുട്ടിനോട് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഫൈറ്റ് ചെയ്യാതെ തന്നെ ഈ ഇരുട്ടൊക്കെ പൊക്കോളും. എന്നിലെ ഇരുട്ട്, എന്നിലെ അന്ധകാരം, അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ അന്ധകാരം. അപ്പൊ ആ അന്ധകാരം എന്ന് പറയുന്നത് നിരാശയുടെ ലെവലിലായിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ ഒരു നിരാശയുടെ ലെവലിലുള്ള ഒരു അന്ധകാരമായിരിക്കും. അപ്പൊ ഈ വെളിച്ചത്തിനെ വിളിക്കണം ആത്മാവേ എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ, ഈ ആത്മാവിനെ വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോൾ, ഈ ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആത്മാവ് എന്നിൽ പ്രവർത്തനനിരതമാകും. ഈ ആത്മാവ് എന്നിൽ പ്രവർത്തനനിരതമാകുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത്, ഞാൻ എന്നിൽ ശക്തി നിറയുന്നത്. അപ്പം ഈ ശക്തി എന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏത് ഇരുട്ടിനെ തോൽപ്പിക്കാൻ പറ്റും. ഏത് അന്ധകാരത്തെയും, എൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏത് അന്ധകാരത്തെയും, അത് ഏത് എൻ്റെ രോഗത്തിൻ്റെ മേഖലയാകാം, എൻ്റെ ദുശീലങ്ങളാകാം. അപ്പം ഈ ദുശീലങ്ങളെയൊക്കെ കീഴ്പ്പെടുത്താൻ എനിക്ക് പറ്റും ഈ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ഞാൻ നടക്കാൻ തുടങ്ങുമ്പോൾ. അപ്പം ഈ നമ്മൾ കാണുന്നുണ്ട്, ഇവരോട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പം ഈ ആത്മാവിൻ്റെ ശക്തി എന്നിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പുതിയ വ്യക്തിയായി തീരുക. അപ്പം ഇത് നമ്മൾ ജീവിക്കുമ്പോഴാണ്. അതാണ് ദാനിയേലിന്റെ പുസ്തകത്തില് ദാനിയേലിനോട് പറയുന്നില്ലേ, അതായത് നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. അതായത് ആത്മാവിൽ ജീവിക്കാൻ ഞാൻ തുടങ്ങുന്ന നിമിഷം മുതൽ, അത് ഇന്നലെ കുമ്പസാരത്തിലൂടെ നമ്മൾ തുടങ്ങി. തീരുമാനം, അല്ലെ, ഞാൻ ഒരൊറ്റ തീരുമാനം എടുക്കുക, അതാണ് അനുതാപം എന്ന് നമ്മൾ കണ്ടല്ലേ. അപ്പൊ അവിടെ മുതൽ നമ്മുടെ തീരുമാനം മുതൽ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ആത്മാവിന് ചലിക്കാൻ തുടങ്ങിയ, വ്യാപരിക്കാൻ തുടങ്ങിയ. അപ്പൊ അത് ഇനി ശക്തിയായി വരണം. അതായത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈശോ അവരുടെ മേൽ ഊതുന്നുണ്ട്, ഉദ്ധിതനായ കർത്താവ്, അല്ലെ. ഈ ഊതി അതിനുശേഷം പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ധരിക്കണം. ഇനിയിപ്പം നമ്മളത് ധരിക്കുക, അതായത് പരിശുദ്ധാത്മാവ് ഈശോയെ അഭിഷേകം ചെയ്തതുപോലെ, നസ്രായനെ യേശുവിനെ അഭിഷേകം ചെയ്തതുപോലെ, പരിശുദ്ധ അമ്മയെ അഭിഷേകം ചെയ്തതുപോലെ ഇനി നമ്മളെയും അഭിഷേകം ചെയ്യാൻ പോവാം. അതായത് ഒരു പുതിയ ശക്തി, ഒരു പുതിയ ഉടുപ്പിടുന്നത് പോലെ നമ്മൾ ഒരു ആത്മാവിനെ ധരിക്കാൻ പോവുകയാണ്. അപ്പം ധരിക്കാൻ പോകുമ്പോഴാണ് നമ്മളിത് സാക്ഷികളായി തീരാൻ പോകുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ജെറുസലേമിലെ യൂദയ മുഴുവനും നിങ്ങൾ സാക്ഷികളായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ലോകത്തിന്റെ അതിർത്തി വരെ നിങ്ങൾ സാക്ഷികളായിരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്ന് ഈശോ ഇവരോട് പറഞ്ഞു. എന്നിട്ട് ഇവര് അതിനുശേഷം ഈശോ ഉദ്ധിതനായ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി. ഇവർ യേശുവിനെ കണ്ടു, മുമ്പിട്ട് ആരാധിച്ചു. ഇതിനുശേഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇവര് സെഹിയോൻ മാളികയിൽ കയറി 10 ദിവസം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥിച്ച് അമ്മയുടെ സാന്നിധ്യത്തിൽ ഇവരായിരുന്നു. അമ്മയുടെ സാന്നിധ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മയിലുള്ളത് ദൈവിക സാന്നിധ്യത്തിന്റെ പൂർണ്ണതയാണ്. അതായത് അമ്മയ്ക്ക് ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും മാത്രമേ ശ്രദ്ധയുള്ളൂ. അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവിക സാന്നിധ്യമാണ്. അതായത് ഈശോയാണ് അമ്മയിൽ വന്ന് പിറന്നത്, അല്ലെ. അമ്മ ആ പരിശുദ്ധാത്മാവിനാൽ ആവസിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഈ അമ്മ ദൈവിക സാന്നിധ്യത്തിന്റെ പൂർണ്ണതയാണ്. വിശുദ്ധ കുർബാന ദൈവിക സാന്നിധ്യത്തിന്റെ പൂർണ്ണതയാണ്. കാരണം ദൈവം ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ വ്യക്തിയുമായി വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു. ദൈവിക സാന്നിധ്യത്തിന്റെ പൂർണ്ണതയാണ്. ഈ ഈശോ തന്നെയാണ് അമ്മയിൽ വന്ന് പിറന്നത്. അപ്പം ഈ അമ്മയുടെ കൂടെ സ്നേഹമായിരിക്കുമ്പോൾ ഇവരും ഈ സാന്നിധ്യത്തിൽ ഒഴുകി. നമ്മളാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കില്ല, വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ ഒന്നും ചിന്തകളില്ലായിരുന്നു. പത്രോസ്ലേഹായൊക്കെ കല്യാണം കഴിച്ചതല്ലായിരുന്നു, വീട്ടിലെ കാര്യമൊക്കെ ചിന്തിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇവര് ദൈവിക സാന്നിധ്യത്തിൽ ഒഴുകി 10 ദിവസം വരും. അപ്പൊ ഈ ഒഴുകി ഇരുന്നപ്പോഴെന്ത് സംഭവിച്ചു? ഇവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരിക. അതാണ് രണ്ടാം അധ്യായം വായിക്കുന്നത്. പന്തക്കുസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കാനും കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. ചുമ്മാ കാറ്റല്ല, കൊടുങ്കാറ്റ്, ശക്തി. ഒരു കൊടുങ്കാറ്റ് നമ്മുടെ മേൽ വന്നാലുണ്ടല്ലോ നമ്മള് തട്ടി വീഴും. ഞങ്ങൾ അവിടെ റൂമിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ശക്തമായ കാറ്റ് വരും. ഒരു പ്രാവശ്യം ഞാനാണെങ്കിൽ എവിടെ പിടിച്ച് നിന്നിട്ടാണ് അല്ലെങ്കിൽ നമ്മളിങ്ങ് പറന്നു പോവുക. അപ്പൊ ഞങ്ങൾ ചിലരോട് പറയും, പുതിയ പറന്നു പോകുന്ന ചിലരില്ലേ, അവരൊക്കെ എവിടെയെങ്കിലും പിടിച്ചു നിന്നാണ്. ഞാനൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവിടെ കാറ്റ് വരുമ്പോൾ പോകാതെ. അപ്പം അത് കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റിന്റെ ശക്തി എന്ന് ചുമ്മാ ഒരു സാധാരണ കാറ്റ് വീശും ഇത്ര ശക്തിയാണെങ്കിൽ ഒരു കൊടുങ്കാറ്റിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാം മരങ്ങളൊക്കെ പിഴുത് കളയുന്ന ശക്തി. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് എന്താ? ആത്മാവിന്റെ ശക്തിയാണ്. ഈ ആത്മാവിന്റെ ശക്തി ഇവരിലേക്ക് അത്രയും ശക്തമായിട്ട് ആത്മാവ് ഇവരിലേക്ക് ഇറങ്ങി ഇവരെ പുതിയ വ്യക്തിയാക്കുക. അപ്പൊ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ ഇവരുടെ മേൽ വന്ന് നിറയുന്നതായിട്ട് ഇവരൊക്കെ കണ്ടു. അതിന്
ശേഷം ഇനിയാണ് ദൈവരാജ്യത്തിന്റെ വളർച്ച തുടങ്ങുന്നത്. ഈ ദൈവരാജ്യത്തിന്റെ വളർച്ച ഇവിടെ തുടങ്ങുകയാണ്. 12 സ്നേഹന്മാരെ ഈശോ തിരഞ്ഞെടുത്തു. ഈ 12 പേരിലൂടെ ഇന്ന് കോടിക്കണക്കിന് വരുന്ന ക്രൈസ്തവര് ഈശോയെ അനുഗമിക്കുന്നവരായി തീർന്നത് ഈ 12 അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാ അഭിഷേകമാണ്. 12 അപ്പസ്തോലന്മാരിൽ അന്ന് നിറഞ്ഞ പന്തക്കുസ്ത അനുഭവമാണ് ഇന്ന് ലോകം മുഴുവൻ ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞത്. ഈ 12 പേരിൽ വന്ന ഈ അഭിഷേകം, അമ്മയിൽ വന്ന ഈ അഭിഷേകം, ഇത് ഇന്ന് എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നിലൂടെ ദൈവത്തിന് എന്തുമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവര് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ഇവ നമ്മള് 42-ാം അധ്യായം 41-ാം വാക്യം എടുത്തി. അപ്പം ഇവര് വചനം എഴുന്നേറ്റ് പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സ്ലീഹന്മാരുടെ പ്രസംഗത്തിലെ പ്രധാന വിഷയം ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ചായിരുന്നു, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കുറിച്ചായിരുന്നു. നിങ്ങളിത് വായിച്ചാൽ അറിയാം, കർത്താവിന്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് മാത്രമേ ഇവര് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെല്ലാം പ്രസംഗിക്കുന്നുള്ളൂ. കുരിശിലെ കർത്താവിന്റെ സഹനം, കുരിശിലെ പീഡ, ഉദ്ധിതനായ കർത്താവിന്റെ ശക്തി, ഇതേക്കുറിച്ച് മാത്രമേ സ്ലീഹന്മാര് പ്രസംഗിച്ചുള്ളൂ. പക്ഷേ ആ ഒറ്റ പ്രസംഗത്തില് 41-ാം വാക്യത്തിൽ പറയുന്നത് എത്ര പേരാണ് മാനസാന്തരപ്പെട്ടത്? 3000 പേര് ആത്മാവിൽ നിറഞ്ഞ് ഇവരൊറ്റ പ്രസംഗം നടത്തിയപ്പോൾ, അതും ക്രൂശിതനായ കർത്താവിനെ കുറിച്ച് മാത്രമേ ഇവര് പ്രസംഗിച്ചുള്ളൂ. പക്ഷേ ആത്മാവിനാൽ നിറഞ്ഞ് പ്രസംഗിച്ചു. 3000 പേർക്ക് ഒറ്റയടിക്ക് മാനസാന്തരം. അതും അവരെല്ലാം അവരുടേതായ ഭാഷകളിലാണ് ഈ പറഞ്ഞതെല്ലാം കേട്ടത്. അതിൽ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് വന്ന ജനങ്ങള് അന്ന് ജെറുസലേമിലുണ്ടായിരുന്നു. അവരെല്ലാം അവരുടേതായ ഭാഷകളില് ഇവര് വായി തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവര് കേട്ടു എങ്കിൽ ആത്മാവ് അവരെ രൂപാന്തരപ്പെടുത്തി. ഭാഷകളെ ആത്മാവ് രൂപാന്തരപ്പെടുത്തിയില്ലേ? അവരുടേതായ ഭാഷകളിൽ കേട്ടു. എന്നിട്ട് നമ്മള് വീണ്ടും നമുക്കറിയാം മുടന്തന്റെ സൗഖ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മുടന്തന്റെ സൗഖ്യം കിട്ടുന്നത്. അതായത് മുടന്തൻ ജന്മനാ മുടന്തനായി വർഷങ്ങളായി അവിടെ ഇരുന്ന ആ മനുഷ്യൻ, ഇവരാത്മാവിനാൽ നിറഞ്ഞ് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ പക്കലില്ല, ഉള്ളത് തരുന്നു. കർത്താവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഈ നാമത്തിന്റെ ശക്തി അവരുടെ നാവിലൂടെ ഈ മനുഷ്യനിലേക്ക് വന്നിട്ട് ഈ മനുഷ്യന് മുടന്ത് മാറ്റി പൂർണ്ണ സൗഖ്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുക. സാധാരണ വ്യക്തികളായിരുന്ന സ്നേഹന്മാര് അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. സാധാരണ വ്യക്തിയെ അസാധാരണ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവ് നിറയണമെങ്കിൽ ഈശോയെ പോലെ ഞാനും ശൂന്യവൽക്കരിക്കപ്പെടണം, ദാസന്റെ രൂപം സ്വീകരിക്കണം, ദാസിയുടെ രൂപം സ്വീകരിക്കണം. ഈ ആത്മാവ് പരിശുദ്ധ അമ്മയോട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതാ, ഇതാ കർത്താവിന്റെ ദാസി മനോഭാവം, ദാസന്റെ മനോഭാവം ഉള്ളവരിലേക്ക് ഈ ആത്മാവ് വരുന്നത്. ജോയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന അന്ന് എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ഈ ആത്മാവിൻ്റെ ഈ അഭിഷേകം ഏറ്റുവാങ്ങി ചോദിച്ചു മേടിച്ചെടുത്തു. ഞാനും ഇതുപോലെ ഈ മനോഭാവത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ വലിയൊരു അഭിഷേകം എനിക്ക് ലഭിക്കുന്നത്. അതിനുശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വീണ്ടും ഇവരുടെ അടുത്ത വചന പ്രഘോഷണത്തിലൂടെ മാനസാന്തരപ്പെട്ടത് ഒറ്റയടിക്ക് 5000 പേര്. അല്ല, അവരുടെ സംഖ്യ 5000 അപ്പൊ അതായത് ആദ്യം 3000 പേര്, ഇപ്പം എത്ര പേരായി? 5000 പേര്. ഇപ്പൊ 5000 പേരിൽ എത്തി നിൽക്കുക. സാധാരണക്കാരെ അസാധാരണക്കാരനാക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഇവര് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ 5000-ൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് 8-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന് നിറഞ്ഞ പത്രോസ് പറയുന്നുണ്ട്, അല്ല 12-ാം വാക്യത്തിൽ കാണുന്നുണ്ട് 4:12 ആകാശത്തിലേക്ക് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. ആ സമയത്ത്
വിശ്വാസത്തിലേക്ക് കടന്നു വരിക. കടന്നു വരുന്ന സമയത്ത് ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ 4:30 ആത്മാവിനാൽ നിറഞ്ഞ് ഇവര് ഈ വിശ്വാസികൾ അല്ലെ, പെട്ടെന്ന് ഇവർ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകിയ, പിതാവായ ദൈവത്തില് ഇവർക്ക് വിശ്വാസം ഉണ്ടാകിയ ഇവർ പ്രാർത്ഥിക്കുക. അവിടുത്തെ പരിശുദ്ധദാസനായ കർത്താവെ, അവരുടെ ഭീഷണികളെ ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. പൂർണ്ണ ധൈര്യത്തോടെ വചനം പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഇവര് പ്രാർത്ഥിക്കുക. നമുക്ക് അതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയുടെ നേരെ കൈകൾ നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണേ. പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരം നീട്ടണമേ. പിതാവായ ദൈവം എൻ്റെ മേൽ കരം നീട്ടുന്നതായി കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരം നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അവർ പ്രാർത്ഥിച്ചത് എന്താ? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയാണ് നമ്മളിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം 5-ാം അധ്യായം 14-ാം വാക്യം നിങ്ങൾ നോക്കിക്കേ. 5-ാം അധ്യായം 14-ാം വാക്യത്തില് കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പൊ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു 5000 ആയി എന്ന് കണ്ടു. അപ്പം 5000 വരെ എണ്ണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ 5-ാം അധ്യായത്തിലായപ്പോ 2-ാം അധ്യായത്തിലാണ് ഇവർക്ക് അഭിഷേകം കിട്ടുന്നത് അല്ലെ. പന്തക്കുസ്ത ഇവർക്ക് ആത്മാവിന്റെ അഭിഷേകം കിട്ടുന്നത്. 5-ാം അധ്യായമായപ്പോഴത്തേക്കും എന്തായി? എണ്ണാൻ പറ്റത്തില്ലാത്ത വിധം വിശ്വാസികള് ഇവരുടെ സമൂഹത്തിലേക്ക് ചേർന്നുകൊണ്ടിരുന്നു. അതായത് ആ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവര് പറയാം, നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറൂസലേം മുഴുവൻ നിറച്ചു. അല്ലെങ്കിൽ നമുക്ക് പറയാം കേരളം മൊത്തം നിറച്ചു അല്ലെ. ഞാനൊരു വ്യക്തി അഭിഷേകം നിറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു 3-4 ദിവസം കൊണ്ട് ഈ കേരളം മൊത്തം അല്ലെ മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയിരുന്നെങ്കിലും ഇന്നും മുഴുവൻ ഈ ദിവസങ്ങളിൽ കൊണ്ട് വചന പ്രഘോഷണത്തിലൂടെ ഇവിടെ മുഴുവൻ ആത്മാവിനാൽ നിറയപ്പെടുക. വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടഞ്ഞെന്ന് അനേകരും മാനസാന്തരപ്പെട്ട് ദൈവവിശ്വാസം സ്വീകരിക്കുന്നു. എത്രയോ വലിയൊരു അത്ഭുതമാണ്. സാധാരണക്കാരായിരുന്ന 12 പേര്, 12 പേരിൽ ഒരാൾ പോയി തിരിച്ച് വേറൊരാൾ കയറി വന്നു മധ്യാസല്ലേ. അപ്പം ഈ 12 പേരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഈ അഭിഷേകം സ്വീകരിച്ചു. ഈശോ ഈ നസ്രായനായ യേശുവിനെയും ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഭൂമിയോളം താഴ്ന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നസ്രായനായ യേശുവിനെയും അഭിഷേകം ചെയ്തു. അപ്പം ഇപ്പൊ നമ്മൾ കണ്ടു ഈ പ്രബോധനം കൊണ്ട് ജെറൂസലേം മുഴുവൻ, അതായത് ഈ കേരളം മുഴുവൻ നിറഞ്ഞു. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഈ സ്തേഫാനോസ് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനായിരുന്നു. അപ്പം ഈ സ്തേഫാനോസും ഈ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ഈ ആത്മാവിനെ ഇവരുടെ പ്രസംഗം കേട്ട് വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനം നിറഞ്ഞ ഒരു വ്യക്തി. അപ്പം ഇവരുടെ പ്രസംഗത്തിലൂടെ ആത്മാവ് നിറഞ്ഞ വ്യക്തികളില് ദൈവിക ജ്ഞാനവും നിറഞ്ഞുകൊണ്ടായിരുന്നു. ജ്ഞാനത്തിന്റെ ഒരു വലിയ അഭിഷേകം ഈ വിശ്വാസികളിലേക്ക് ഒഴുകപ്പെട്ടു. അതുകൊണ്ട് ഈ വിശ്വാസികൾ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ കണ്ടില്ലേ, 4-ാം അധ്യായം 30-ാം വാക്യത്തില് അവര് പ്രാർത്ഥിച്ചു, അവിടുത്തെ പരിശുദ്ധനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കരം നീട്ടണമേ. ഇത് ജ്ഞാനമാണ്,
ദൈവത്തിന്റെ ജ്ഞാനം ഇവരിൽ നിറഞ്ഞതുകൊണ്ടാണ് ഈ വിശ്വാസികൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചത്. അപ്പം ഈ സ്തേഫാനോസ് 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 6:3, സുസമ്മതനും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരായ 7 പേരെ നിങ്ങൾ തെരഞ്ഞെടുക്കുവിൻ. അതിലൊരു വ്യക്തിയായിരുന്നു സ്തേഫാനോസ്. ഈ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. അപ്പം ഇവരുടെ പ്രസംഗം കേട്ട് ആത്മാവിനാൽ നിറഞ്ഞവർ ചുമ്മാ ഒരു നിറമല്ലായിരുന്നു, വെറുതെ ഒരു നിറമല്ലായിരുന്നു, കൃപാവരങ്ങളും ശക്തിയും കൊണ്ട് നിറഞ്ഞവരായിരുന്നു. അപ്പൊ സ്തേഫാനോസിനെ പറഞ്ഞേക്കുന്നില്ല, കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. അപ്പൊ സ്തേഫാനോസിനെ പോലെ അനേകം ആൾക്കാർ, അന്ന് ആദിമ ക്രിസ്ത്യാനികളില് അനേകം ആൾക്കാരില് ഈ ആത്മാവിന്റെ ശക്തി, ഈ ഒരു അഭിഷേകം നിറഞ്ഞു. ഈ സ്ലീഹന്മാരില് ആത്മാവിനെ നിറച്ചപ്പോൾ പിന്നെ ഇവർക്ക് യാതൊരു സംശയമില്ലായിരുന്നു. ആത്മാവിനെ നിറയുന്നതിന് മുമ്പായിരുന്നു ഇവർ ചോദിച്ചത്, കർത്താവേ രാജ്യം പുനഃസ്ഥാപിച്ചു തരുന്നത്, വീണ്ടും ഇനി എന്താ രാജ്യം സ്ഥാപിച്ചു തരുന്നത്? പക്ഷെ ഇപ്പം അവര് ഇതൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാവരെയും അവർ ആത്മാവിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിറഞ്ഞവരെ ബാക്കിയുള്ളവരെ നിറച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ സ്തേഫാനോസിന്റെ ഭാഗം കാണുന്നുണ്ട്. 7-ാം അധ്യായം ലാസ്റ്റ് വരുമ്പോൾ 55-ാം വാക്യത്തിലൊക്കെ നമ്മൾ ഈ സ്തേഫാനോസ് കൃപാവരങ്ങള് ശക്തിയും കൊണ്ട് നിറഞ്ഞ് ജനമധ്യത്തിൽ അടയാളം പ്രവർത്തിച്ചുകൊണ്ട്, അപ്പൊ ആത്മാവ് നിറഞ്ഞ ഈ വ്യക്തിയെയാണ് ശത്രുക്കൾ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുക. അപ്പൊ അക്കൂട്ടത്തിൽ ആരുണ്ട്? സാവൂളുണ്ട്. പൗലോസായ സാവൂള് അന്ന് ഈ സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ്. അപ്പൊ അന്ന് ഈ പരിശുദ്ധാത്മാവ് സാവൂളിലില്ല. അപ്പം അന്ന് കോപാക്രാന്തരായി അവര് ഈ സ്തേഫാനോസിന്റെ നേരെ പല്ലെറിഞ്ഞിക്കൊണ്ട് വരുമ്പോൾ സ്തേഫാനോസ് പേടിച്ചോടുകയല്ല ചെയ്തത്. സ്തേഫാനോസിന് ഈ ആത്മാവ് വന്നപ്പോൾ ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. പത്രോസിനെയൊക്കെ നമുക്കറിയാം, ഈശോയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, കുരിശിൽ തറയ്ക്കാൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരെല്ലാം ഓടിപ്പോയി. കാരണം എന്താ? ഇവർക്ക് പേടിയായിരുന്നു ഇവരെയും പിടിച്ച് കൊണ്ടുപോകുന്നത്. പത്രോസ് തള്ളി പറയാൻ കാരണം എന്താ? പത്രോസിന് തന്റെ ജീവനിൽ പേടിയുണ്ടായിരുന്നു. ഇവര് എന്റെ ജീവൻ എടുത്തുകൊണ്ട് പോകുമോ? ആ പത്രോസാണ് ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ പ്രസംഗിക്കുവാൻ തക്ക ധൈര്യം ഇന്ന് ആ പത്രോസിനുണ്ടായിരുന്നു. അപ്പോൾ ഈ പത്രോസാണ് എഴുന്നേറ്റ് നിന്ന് എല്ലാവരുടെയും മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ഈശോയെ കുറിച്ച് പ്രസംഗിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ സ്തേഫാനോസ് നിറഞ്ഞു. തന്നെ ആക്രമിക്കാൻ വരുന്ന വ്യക്തികളെ കണ്ട് ഈ സ്തേഫാനോസ് പേടിക്കുന്നില്ല. അപ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത് കണ്ടത്? ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കണ്ട് ഉദ്ധിതനായ കർത്താവിനെയാണ് കാണിക്കുന്നത്. ഉദ്ധിതനായ കർത്താവ്, ജീവനുള്ള ഈശോ, ജീവിക്കുന്ന ഈശോ, ഇന്ന് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന കർത്താവ്. അതുകൊണ്ടാണ് ഉദ്ധിതൻ, ജീവിക്കുന്ന കർത്താവ് നിൽക്കുകയാണ്. അപ്പം അതിനുശേഷം ഇവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ സ്തേഫാനോസ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ, കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന. അതിനുശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സാവൂള് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം സാവൂള് എല്ലായിടത്തും കയറി സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 9-ാം അധ്യായത്തിൽ സാവൂളിൽ വലിയൊരു മാനസാന്തരം, ഈ ആത്മാവിന്റെ അഭിഷേകം വന്ന് നിറയുന്നത്. ഈ ആത്മാവിന്റെ അഭിഷേകം സാവൂളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സാവൂള് പുതിയൊരു വ്യക്തിയായി മാറുകയും 9-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അനനിയാസിനെ അയക്കുന്ന ദൈവം. അങ്ങനെ പരിശുദ്ധാത്മാവിന് ഈ സാവൂള് നിറയപ്പെടുമ്പോൾ സാവൂള് പുതിയൊരു വ്യക്തിയായി തീർന്ന് ഇവരോട് കൂടെ ചേരുക. അങ്ങനെ സാവൂളും കണ്ട നമ്മൾ 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഗലീലി സഭയെ എന്നിവിടങ്ങളുടെ സഭയിൽ സമാധാനം അങ്ങനെ ശക്തി പ്രാപിച്ച് ദൈവഭയത്താലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശത്തിലും വളർന്ന് വികസിച്ചു. അപ്പം ഈ ശരിക്കും ഇപ്പൊ ദൈവരാജ്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, വളർന്ന് ഇപ്പൊ സാവൂൾ പൗലോസായി. അതിനുശേഷം ഈ കൊർന്നേലിയോസ് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, വിജാതിയരിലേക്ക് ഈ ആത്മാവിന്റെ ശക്തി കടന്നു ചെല്ലുന്നു. പത്രോസ്ലീഹ വിജാതിയരിലേക്ക് ചെല്ലുന്നു. അവരും അവിടെ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവരും വിശ്വാസം സ്വീകരിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ സഭ അന്ത്യോക്യയിലേക്ക് ചെല്ലുന്നു. പിന്നെ അവിടുന്ന് അതിനുശേഷം ബർന്നബാസും സാവൂളും കൂടെ പല സ്ഥലങ്ങളിലേക്കും അയക്കപ്പെട്ടു. അവസാനം സാവൂള് പൗലോസ്ലീഹ എവിടെ എത്തി? റോമിലെത്തി. അവിടെ റോമിലും ദൈവവചനം പ്രസംഗിച്ചു. അതായത് സാവൂള് റോമൻ പൗരനാണ് എന്ന് കണ്ടപ്പോൾ സാവൂളിനെ റോമിലേക്ക്
റോമിലേക്ക് അയക്കുകയാണ്. അപ്പം അവിടെ ചെന്ന് വിചാരണ ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി അങ്ങനെ റോമിൽ 2 വർഷം പൗലോസ്ലീഹ താമസിച്ചു. ഞാൻ പൗലോസ്ലീഹ താമസിച്ച സ്ഥലം കണ്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചുകൊണ്ട് ഇവയെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. കാരണം വെച്ചാൽ ഈ യൂറോപ്യൻസ് ഒക്കെ എന്ത് സ്ഥലമാണെങ്കിലും അവരതിൻ്റെ ആ ചരിത്രം നിലനിൽക്കും. നമ്മളാണെങ്കിൽ അതിനെ പുതുക്കി പണിയത്തില്ലേ, അവരത് അതുപോലെ തന്നെ സൂക്ഷിക്കും. ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ടൈൽ അവിടെ ഉണ്ടെങ്കിൽ ആ ടൈൽ അതേപടി കെട്ടി സൈഡെല്ലാം കെട്ടി അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കും. അതിപ്പോൾ തൊട്ടാൽ മുടിഞ്ഞു പോകുമായിരിക്കും, പക്ഷെ നമുക്കത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ആ സ്ഥലം മണ്ണ് കൊണ്ടുള്ള ഒരു സ്ഥലം. 2 വർഷം അവിടെയാണ് താമസിച്ചത് പൗലോസ്ലീഹ. എന്നിട്ട് അവിടെ മുഴുവൻ മാനസാന്തരപ്പെടുത്തി. ആ ജയിലിൽ ഞാൻ പോയിട്ടുണ്ട്. ജയിലിൽ പൗലോസ്ലീഹയൊക്കെ ഇട്ട പൗലോസ്ലീഹയും കൂടെ ഇട്ട ആ ജയിലിൽ അതിൻ്റെ അകത്തോടൊക്കെ ചെന്ന ഒരു പ്രാവശ്യം പോലും ഇല്ലാതെ ഇന്നത്തെ ജയിൽ പോലെയൊന്നുമല്ല. അതിൻ്റെ അകത്തൊക്കെ കയറി കടന്ന് എന്നിട്ട് അതിനുശേഷം പൗലോസ്ലീഹയെ വധിക്കുന്ന സമയത്ത് തല 3 പ്രാവശ്യം കുതിച്ച് ചാടി അതിൽ ഉറവ വന്നു. ആ ഉറവ എനിക്ക് 1900 സംതിങ് അത്രയും നാൾ അവിടെ ഉറവയുണ്ടായി. പക്ഷെ ഇപ്പോൾ ഉറവയില്ല, ഇപ്പോൾ ഉറവ നിന്നുപോയി. അപ്പം ഈ ആത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് ഇന്ന് നമ്മളിവിടെ എത്തി നിൽക്കുന്നു. കോടാനുകൂടി ജനങ്ങളിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 12 സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ദൈവത്തെ അറിയുന്നവരായി, ദൈവരാജ്യം വളർത്തുന്നവരായി ഇന്ന് ലോകത്തിൽ അനേകരെ ദൈവം തിരഞ്ഞെടുത്തു. അനേക മക്കളെ ദൈവരാജ്യം മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യത്തിലേക്ക് അനേകരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഈ ആത്മാവിൻ്റെ ശക്തി ഇന്ന് കർത്താവ് അനേകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ആത്മാവിൻ്റെ ശക്തി ഇന്ന് നമ്മളിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ മാറ്റണമെന്ന്. അതിൽ വെറും ഒരു ശക്തിയാകരുത്. ആദിമസഭയിൽ വന്ന് നിറഞ്ഞ ശക്തി, ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടി, അതിനുള്ള ധൈര്യം കിട്ടി. അവരെ പന്തങ്ങളാക്കി നിർത്തി ആണ് ഇവരെ ഈ രാജാക്കന്മാരെന്ന് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്ത്യാനികളെ പിടിച്ച് അവരെ രാത്രി പന്തങ്ങളാക്കി റോഡിക്കോടെ നിർത്തി റോഡിന് മുഴുവൻ വെട്ടമുണ്ടാക്കി. ഒന്ന് ഓർത്ത് നോക്കി. അതൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ കൊളോസിയത്തിൻ്റെ ചരിത്രമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം. കൊളോസിയം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട രക്തസാക്ഷികളുടെ ചുടുനിളം വീണ മണ്ണ് കൊളോസിയത്തിനും വത്തിക്കാൻ എന്ന് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതിൻ്റെ അടി രക്തസാക്ഷികളുടെ രക്തം മണ്ണിൽ കുതിർന്നു വീണ സ്ഥലത്താണ് ഇന്ന് വത്തിക്കാൻ പൊങ്ങിയിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്ക. രക്തസാക്ഷികളുടെ ചുടുനിളം വീണ ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ മൂലമാണ് ഇന്ന് സഭ ഇത്രയും വികസിച്ചത്. ഇനിയും ഇതുപോലെ ഒരു വലിയ പീഡ ആദിമസഭയിൽ ഉണ്ടായതിൻ്റെ ഇരട്ടി ഒരു അഭിഷേകം ലോകത്തിലേക്ക് വരാനിരിക്കുന്നു. ക്രിസ്ത്യാനികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടാനുള്ള സമയം ആയിരിക്കുന്നു. അത്തരം ഒരു അഭിഷേകം ഇനിയുള്ളവർക്ക് ലഭിക്കും. ആ ഒരു അഭിഷേകം, അതിനൊരു ധൈര്യം വേണം, അതിനൊരു ശക്തി വേണം. അതിന് ഈ ആത്മാവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്നത് അത്തരമൊരു മേഖലയിലൂടെ ആയിരിക്കും. കർത്താവ് ഇനി നമുക്ക് നമ്മുടെ എല്ലാ ധ്യാനങ്ങളും ഒത്തിരി ധ്യാനകേന്ദ്രങ്ങളും എല്ലാം ഉണ്ട്. ഒരു അഭിഷേകം നിറഞ്ഞ ഒരു ധ്യാനത്തിലൂടെയും ഒക്കെ ആയിരിക്കും. ഇനി തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള സഭയുടെ പോക്ക് പോലെ പോകാമെന്ന്. അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനകളും അഭിഷേകം നിറഞ്ഞ പ്രവൃത്തികളിലൂടെ ഇനി മുന്നോട്ട് ഫലമുണ്ടാവുകയുള്ളൂ. അതിലൂടെ കർത്താവ് ഒരു ജനതയെ വാർത്തെടുക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി. അത് ആദിമസഭയിലേക്കാളും വലിയ ഒരു അഭിഷേകം ഇനി ലോകത്തിൽ നിറയാനിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി കുറച്ച് അടുത്ത ടോക്കിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പുറത്ത് പോയി ഫ്രഷ് ആയിട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ വലിയ അഭിഷേകം എന്നിലേക്ക് നിറയ്ക്കുന്നതിനെ ഓർത്ത്, ആ വലിയ വിശ്വാസം നിറയ്ക്കുന്നതിനെ ഓർത്ത് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.